എല്ലാവർക്കും മനസ്സിൽ നിന്നാവട്ടെ. എന്റെ പേര് അതുല്യ ബാലചന്ദ്രൻ. ഞാൻ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ NSS വോളണ്ടിയർ ആണ്. ഇന്ന് ഓഗസ്റ്റ് 15, ദേശീയ സ്വാതന്ത്ര്യ ദിനം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓഗസ്റ്റ് 15. പിറന്നു വീണ മണ്ണിൽ പാരതന്ത്ര്യത്തിന്റെ ഉരുക്കു കോട്ടകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു നഷ്ടപ്പെട്ട് പുഴുക്കളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയുടെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. പിടിച്ചടക്കിയും അടിച്ചമർത്തിയും അടിമകളാക്കിയും ചൂഷണം ചെയ്തും സമ്പന്നമായ വൈദേശിക ശക്തികളെ ഈ മണ്ണിൽ നിന്നും തുരത്തിയോടിച്ച് ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായി നാം നിലകൊള്ളുകയാണ്. 78ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ ആരോഗ്യ പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ കുതിച്ചുയരുകയാണ്. മംഗൾയാനും ചന്ദ്രയാനും ആദിത്യ L1 എല്ലാം ഇതിന്റെ നേർരേഖകളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മുന്നേറിയതിൽ നാം ഏവരും അഭിമാനിക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ സവിശേഷത. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുന്നു. കൊലപാതകങ്ങളും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. യുവജനതയിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുന്നു. ഈ അവസരത്തിൽ നാം ഒന്ന് ഓർക്കണം, നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒരുപാട് ധീരദേശാഭിമാനികളുടെ കണ്ണീരിന്റെ, രക്തത്തിന്റെ, ജീവന്റെ വിലയുടെ കഥകളുണ്ടെന്ന്. തോക്കുകളും പീരങ്കികളും വെടിക്കോപ്പുകളുമായി ബ്രിട്ടീഷ് പട്ടാളം ചീറിയെടുത്തപ്പോൾ ആയുധങ്ങളില്ലാതെ, ആരവങ്ങളില്ലാതെ സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങിയ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ജീവരക്തത്തിന്റെ മണമുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്ന് വിസ്മരിച്ചുകൂടാ. ഓരോ സ്വാതന്ത്ര്യ ദിനവും ഓർമ്മപ്പെടുത്തലുകളാണ്. തന്റെ ജീവിതം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിനായി സമർപ്പിച്ച മഹാന്മാരായ മഹാത്മജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ബിപിൻ ചന്ദ്രപാലും അബ്ദുൽ കലാം ആസാദും ഝാൻസി റാണിയും നാനാ സാഹിബും അങ്ങനെ അനേകായിരം ധീരദേശാഭിമാനികളുടെ വീര ഇതിഹാസങ്ങൾ, വീരചരിതം തീർത്ത മണ്ണാണിത്. ഒരു ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമമാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സൈനികരും സന്നദ്ധ പ്രവർത്തകരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വർഗീയതയ്ക്കും അതീതമായി കൈകോർത്ത മണ്ണാണിത്. ആ നാടിന്റെ നന്മകൾ പേറിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും രാജ്യത്തിന്റെ നന്മയ്ക്കായി കൈകോർക്കാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി.